രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ പുലരിയിലാണല്ലോ നാം എല്ലാവരും ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ മുക്കിലും മൂലയിലും ആബാലവൃത്തം ജനങ്ങളും ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജാതിമത ഭേദമന്യേ ഭാരതീയർ നടത്തിയ സമരത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരമായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടഞ്ഞു വീഴുന്ന അടിച്ചമർത്തപ്പെട്ടവരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും ആശ്വാസവും ആവേശവുമായി മാറിയ മഹാത്മാഗാന്ധിയുടെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ കീഴിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ മുസ്ലിമും ഹിന്ദുവും പാഴ്സിയും ജൈനരും സിഖും തോളോട് തോൾ ചേർന്ന് നേടിത്തന്ന സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നാം ഓരോരുത്തർക്കുമുണ്ട്. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മുസ്ലിം നേതാക്കളെ നാം വിസ്മരിക്കരുത്. പോരാട്ടത്തിൽ ഉറച്ചുനിന്ന സയ്യിദ് അബ്ദുൽ ലത്തീഫ്, ഹുസൈൻ അഹമ്മദ് മദനി, ഷൗക്കത്തുള്ള അൻസാരി, സയ്യിദ് സജ്ജാദ് സാഹിബ്, മൗലാന ആസാദ്, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ് തുടങ്ങിയ ധീരാത്മക്കളുടെ ചരിത്രവും നാം ഓർക്കുക. ജന്മഭൂമി കീഴടക്കിയ വൈദേശിക ശക്തികളോട് മേൽക്കീഴ് നോക്കാതെ പോരാടിയവരിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളും അവർണ്ണനീയമായി പങ്കുവഹിച്ചിട്ടുണ്ട്. അവരുടെ നാമങ്ങൾ ചരിത്രത്തിൽ നിന്നുപോലെ അപ്രതീക്ഷിതമാകുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സർവ്വതും സമർപ്പിച്ച വെള്ളക്കാരന്റെ പീരങ്കിയുടെ വീര്യം കെടുത്താൻ നൊടിയിട കൊണ്ട് ചരിത്രം എഴുതിയ ധീരദേശാഭിമാനികളായിരുന്നു അലി സഹോദരന്മാർ അഥവാ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട നാമങ്ങളായിരുന്നു ഇവരുടെ നാമങ്ങൾ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരവനിതകളായിരുന്നു അലി സഹോദരന്മാരുടെ മാതാവ് ആബില ബീഗവും മൗലാന മുഹമ്മദ് അലിയുടെ ഭാര്യ ലാലി ബീഗവും. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ മക്കളോട്, നിങ്ങൾ ഇരുവരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാളികളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്. പീഡിതമർദ്ദിതർക്ക് ആശ്വാസമേകുന്നതിലൂടെയാവണം നിങ്ങളുടെ ജീവിതം. എങ്കിൽ ഞാൻ സംതൃപ്തിയായി. ഈ ധീരവനിതയുടെ ദേശസ്നേഹം കണ്ടില്ലെന്ന് വെക്കാൻ നമുക്ക് കഴിയുമോ? 1931 നവംബർ 12 ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ പ്രസംഗം ലോകത്തിലെ തന്നെ സുവർണ ചരിത്ര രേഖകളിൽ നാഴികക്കല്ലായി കൊത്തിക്കുറിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇന്ന് നാം ഇവിടെ ആലപിച്ച ദേശീയ ഗാനം സാരെ ജഹാൻ സേ അച്ഛാ എന്ന അതിമനോഹര ദേശീയ ഗാനത്തിന് ജന്മം നൽകിയത് മഹാനായ കവി ഇഖ്ബാലായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ധീരന്മാരായ പോരാളികളെ നമുക്ക് സുപരിചിതമാണ്. ആലി മുസ്ലിയാർ, വാരി കുഞ്ഞു മുഹമ്മദ് ഹാജി കോയത്തങ്ങൾ തുടങ്ങിയ ഒട്ടനവധി ധീര പോരാളികൾ ഈ അവസരം സ്മരിച്ചുകൊണ്ട് എന്റെ കൊച്ചാശംസകൾ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഒരൊറ്റ ഇന്ത്യ, ഒരു ജനത എന്ന ആശയത്തിൽ വർഗീയതയില്ലാത്ത, വിഭാഗതയില്ലാത്ത ഒരു ജനതയെ ഒന്നിച്ചണിഞ്ഞിരിക്കാൻ നമുക്കും നാഥൻ തുണ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.